മാഷേ, ഇക്കണോമിക് ടൈംസിൽ വന്ന ഒരു വാർത്തയുണ്ട്. അതായത് നമ്മൾ പാകിസ്ഥാനിലിട്ട ഒരു ബോംബ് കൃത്യമായിട്ട് അതിൻ്റെ ലക്ഷ്യം നിർവഹിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് അത് റദ്ദാക്കിയതോടുകൂടി 12 ലക്ഷം ആൾക്കാർ അവിടുന്ന് പലായനം ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തയുണ്ട്. ഏതാണ്ട് 40 ഗ്രാമങ്ങളോളം കടലെടുത്തു എന്ന് പറയുന്നു. വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി പാകിസ്ഥാനിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇത് ചെറിയൊരു കൗണ്ടല്ല, ചെറുതായിട്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാര്യം ഒരു സംസ്കാരം ഇല്ലാതെയാകുന്നു എന്ന് പറയുമ്പോഴും നമ്മളോട് ഇതുവരെ കാണിച്ചിട്ടുള്ള മര്യാദകേടിനുള്ള മറുപടിയായി, കാലങ്ങളോളം നമ്മളോട് കാണിച്ചിട്ടുള്ള മര്യാദകേടിനുള്ള മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിയ മറ്റാക്രമണങ്ങളെക്കാൾ ഏറ്റവും പ്രഹരമേറിയ ഒരു ഓപ്പറേഷനായിരുന്നു ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്, അല്ലേ മാഷേ? അതിനെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത്? അല്ല, ഇന്ത്യ മർമ്മം അറിഞ്ഞടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അത് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ആ വാർത്ത കണ്ടപ്പോൾ, അന്ന് ആ തീരുമാനം കണ്ടപ്പോഴേ സിന്ധു നദീജല കരാറിൽ പ്രകാരം അല്ലെങ്കിൽ അത് റദ്ദാക്കിയിട്ട് പാകിസ്ഥാനിലെ കുടിവെള്ളം മുട്ടിക്കുന്നു, അവരുടെ കൃഷി, കുടിവെള്ളം മാത്രമല്ല അന്നവും മുട്ടുമല്ലോ. അതെ, ജലസേചനത്തിന് വെള്ളം കിട്ടാതാകുമ്പോൾ കുടിവെള്ളം മാത്രമല്ല അന്നവും മുട്ടും. അപ്പോൾ അന്നവും വെള്ളവും മുട്ടിക്കുന്ന ഒരു നിലപാട് ക്രൂരമല്ലേ എന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ആക്ച്വലി ഈ പറഞ്ഞ ബോംബ് എന്ന പ്രയോഗം ഉണ്ടല്ലോ, നമ്മൾ നേരിട്ടൊരു ബോംബ് വർഷിക്കുന്നതിനേക്കാളും മാരകമായിരുന്നു ആ പ്രയോഗം, ആ പ്രഹരം എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം സിന്ധ് പാകിസ്ഥാൻ്റെ ഒരു മർമ്മപ്രധാനമായി എല്ലാ അർത്ഥത്തിലും, വ്യാപാരപരമായിട്ട്, സാംസ്കാരികമായിട്ട്, കാർഷികമായിട്ട്, ചരിത്രപരമായിട്ട് ഒക്കെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഈ ഇൻഡസ് വാലി കൾച്ചർ ഉണ്ടല്ലോ, അത് നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ ഒഴുകിയിട്ട് കടലിൽ ചേരുന്നതാണ്. അപ്പോൾ അത് ആ ബന്ധത്തിന് കത്തിവെക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാഹോദര്യത്തെ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ തകർക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ഈ 14 ലക്ഷം പേര് അല്ലേ, 12 ലക്ഷം പേരോളെന്നാണ് കണക്ക് പറയുന്നത്. അത് എക്കണോമിക് ടൈംസ് ആയതുകൊണ്ട് വാർത്തയെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ അത് സ്വാഭാവികമാണ് താനും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പ്രത്യേകിച്ച് സിന്ധ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലൊരു പാകിസ്ഥാനിലൊരു സംസ്ഥാനമാണ്, സ്റ്റേറ്റാണ്. പാകിസ്ഥാനിലെ 4 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ ഒന്നാണ്. പഞ്ചാബ്, സിന്ധ് നമ്മൾ പറയുമല്ലോ, പഞ്ചാബ്, സിന്ധ്, ഇവർ പറയുന്ന പെഷവാർ, അതുപോലെ ഒന്ന് കാശ്മീർ, ഖൈബർ പഖ്തൂൺ പറയുന്നതാണ് ഈ പെഷവാർ. അപ്പോൾ ഞാൻ പറയുന്നത് ബലൂചിസ്ഥാൻ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് സിന്ധ്. പലതുകൊണ്ടും പറഞ്ഞാൽ വ്യാപാരത്തിൻ്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. എന്ന് വെച്ചാൽ കറാച്ചി ഇല്ലാതെ പാകിസ്ഥാൻ ഇല്ല. അപ്പോൾ കറാച്ചിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. മാത്രമല്ല കടൽ തീരമുള്ളത് അവിടെയാണ്. ആ കടലിലാണ് പോയിട്ട് നമ്മുടെ സിന്ധു നദീതട ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, പ്രത്യേകിച്ചും സംസ്കാരമുണ്ടായ വളരെ പുരാതനമായ നദിയാണ് സിന്ധു നദി. അപ്പോൾ അതിൻ്റെ 2 കരകളിലുമായിരിക്കും അവിടുത്തെ മുഴുവൻ സംസ്കാരവും സമൃദ്ധിയും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ കത്തിവെച്ചത്. അതായത് ഒരു നാഗരികത ഉണ്ടാകുന്നത് എപ്പോഴും ഒരു നദിയോട് ചേർന്ന് തന്നെ ആണ്. നൈലില്ലെങ്കിൽ ഈജിപ്റ്റ് ഇല്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറഞ്ഞു. നല്ല പ്രയോഗമാണ് ഇല്ലേ? അതിനോട് ചേർന്ന് തന്നെ അതിൽ മറ്റൊരു കാര്യം നോക്കി കാണാൻ പറ്റിയതും പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പേർ അവിടെ കയറി മേയുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷി ചെയ്ത് തിന്ന് കൊഴുത്ത് ഇതെല്ലാം കഴിഞ്ഞ് നമുക്കെതിരെ പ്രവർത്തിക്കുകയാണ്, നമ്മുടെ ചോരയാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്നു എന്നല്ലേ ആ ഒരു ഒറ്റ പ്രയോഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞു. അതെ, നല്ല പ്രയോഗമാണ് അത്. മാത്രമല്ല അത് വാക്കും നല്ല പ്രയോഗമാണ്, പ്രവൃത്തിയും നല്ല പ്രയോഗമാണ്. അപ്പോൾ പാകിസ്ഥാനെ പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാഠം, എനിക്ക് തോന്നുന്നു വെറുതെ ആവില്ല. അപ്പോൾ പാകിസ്ഥാൻ സ്വമേധയാ വന്ന് അടിയറവ് പറഞ്ഞതാണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിൽ. ഈ വെടി നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവരെ ആർത്ത് വിളിക്കല്ലേ ഉണ്ടായത്. അല്ലാതെ ഈ ട്രംപ് തള്ളുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പങ്കൊന്നുമില്ലല്ലോ അതിനകത്ത്. പാകിസ്ഥാൻ വന്ന് അടിയറവ് പറയല്ലാതെ ഇന്ത്യക്ക് അടിയറവ് പറയേണ്ട യാതൊരു കാര്യമില്ലല്ലോ, ഇന്ത്യക്ക് വെടി നിർത്തേണ്ട കാര്യമില്ല.
അപ്പോൾ അത് നല്ല കറക്റ്റാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സിന്ധു നദിയിലൂടെ വെള്ളം ഒഴുകണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒഴുകണം. അതെ. അത് നിർത്തലാക്കുമ്പോൾ സംഭവിക്കുന്നത് ആ പരിസരം മുഴുവൻ വരണ്ടു പോവുകയാണ്. വരണ്ടു പോകുന്നു എന്ന് മാത്രമല്ല, ജലസേചനമില്ലാതെ കൃഷി വരണ്ടു പോകുന്നു. ആ പരിസരത്തെ ഫ്ലോറ എന്ന് വെച്ചാൽ ഈ ഫ്ലോറ, ഈ സസ്യജാലങ്ങൾ മുഴുവൻ വരണ്ടുണങ്ങി പോകുന്നു. വേറൊന്ന് മാരകമായൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ അഴിമുഖത്ത് നിന്ന് കടൽ വെള്ളം അകത്തേക്ക് കയറുന്നു. ഉപ്പുവെള്ളം കയറുമ്പോൾ അവിടുത്തെ കുടിവെള്ളത്തെയും ജലസേചനത്തെയും കൃഷിയെയും മൊത്തം ബാധിക്കുന്നു, ദരിദ്രമാകുന്നു, ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതാകുന്നു, അവർ പലായനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 12 ലക്ഷം പേര്, 12 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചു നോക്കും. ആകെ എനിക്ക് തോന്നുന്നു സിന്ധ് പ്രവിശ്യയിൽ 4 കോടിയോ മറ്റോ മനുഷ്യരേ ഉള്ളൂ. പാകിസ്ഥാനിൽ മൊത്തം 25 കോടി മനുഷ്യരേ ഉള്ളൂ. ഇന്ത്യയുടെ 1/6 ജനസംഖ്യയില്ലാത്തൊരു നാടാണ്. അപ്പോൾ ഉള്ള ജനത്തിന് തന്നെ എന്താ പണി? ഉള്ള നേരത്ത് ഉള്ള ജനത്തിന് ഒന്നുകിൽ ഈ അയൽരാജ്യത്തിനെതിരായി ഭീകരപ്രവർത്തനം നടത്തുക, ഒരു പണി. രണ്ടാമത്തെ പണി, പരസ്പരം ഉപദേശീയതകളായിട്ട് ചേർന്നിട്ട് അയൽക്കാരനോട് കലഹം കൊണ്ട് കൂടുകയും തല്ലുകയും ചെയ്യും. ബലൂജിക്ക് എന്താ പണി? പഷ്തൂണിക്കെതിരായിട്ട് കലാപം ഉണ്ടാക്കുക. സിന്ധിക്ക് എന്താ പണി? പഞ്ചാബിക്കെതിരായിട്ട് കലാപം ഉണ്ടാക്കുക. കാശ്മീരിക്ക് എന്താ പണി? അപ്പുറത്തെ പഞ്ചാബികളോട് കലഹിക്കുക. അല്ലെങ്കിൽ അവിടുത്തെ കാശ്മീരികൾക്ക് എന്താ പണി? പാകിസ്ഥാൻ കാശ്മീരികൾക്ക് ഇന്ത്യൻ കാശ്മീരിനെ നേരിടുക. ഇതൊക്കെയുള്ള പണി. അതുകൊണ്ട് ആ രാജ്യം കേട്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ്റെ പേരിൽ നിങ്ങളൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടെ. പാകിസ്ഥാൻ്റെ ഒരു ആണവ ഗവേഷണം എന്ന് പറയുന്ന സ്വപ്നം പോലും അവരുടെ അജണ്ടയിലുണ്ടോ? ആണവ നിലയം ഉണ്ട് എന്ന് അവർ പണ്ട് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അമേരിക്ക കൊണ്ടുപോയി പാകിസ്ഥാൻ്റെ മണ്ണിൽ അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ താല്പര്യത്തിനും ഉപയോഗത്തിനും വേണ്ടി അവർ സ്ഥാപിച്ചാണത്രേ. എന്ന് വെച്ചാൽ പാകിസ്ഥാൻകാർക്ക് പ്രവേശനമില്ലാത്ത ആണവ നിലയങ്ങളും സൈനിക കേന്ദ്രങ്ങളും അമേരിക്ക അവിടെ നടത്തിയിരുന്നു അർത്ഥം. എന്ന് പറഞ്ഞാൽ ആരാന് വേണ്ടി നെഞ്ചു വിരിച്ചു കൊടുക്കുന്ന ഒരു മണ്ണായി പാകിസ്ഥാൻ മാറിയില്ലേ? അതതിൻ്റെ ജനിതക ദോഷമാണ് പ്രജിത. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു നാട് പച്ച പിടിക്കാത്തത് അതിൻ്റെ ജനിതക ദോഷമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദേശം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലല്ല പാകിസ്ഥാൻ ഉണ്ടായത്. ദേശം നിലനിൽക്കാൻ വേണ്ടത് ആദ്യം അതിൻ്റെ സംസ്കാരമാണ്, 2 അതിൻ്റെ മണ്ണാണ്, വേറെ ഒന്ന് ആ മണ്ണിലെ കാലാവസ്ഥയാണ്, കൃഷിയാണ്, വെള്ളമാണ്, മണ്ണാണ്, വായുവാണ്. ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവർക്ക് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത് ഈ ഒരു ദേശത്തിൻ്റെ അടിത്തറയിലല്ല, മറിച്ച് ഒരു മതത്തിൻ്റെ അടിത്തറയിലാണ്. മതം ഒരു ദേശത്തെ ഉണ്ടാക്കുകയില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ തകർന്നു പോകാൻ എളുപ്പമാണ് എന്ന് അവർ ഏറ്റവും വലിയ ഡെമോൺസ്ട്രേഷൻ അല്ലേ അവർ നടത്തിയത്? ഏറ്റവും വലിയ ടെസ്റ്റിമണി അല്ലേ പാകിസ്ഥാൻ? എത്ര കാലം നിന്നു അവർ? 71 47 71 കിഴക്കൻ പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനല്ല, ഞങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഒന്നിച്ച് നിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് വേറെ സംസ്കാരമാണ്, വേറെ മണ്ണാണ്, വേറെ കൃഷിയാണ്, വേറെ ഭക്ഷണമാണ്, വേറെ വസ്ത്രമാണ് എന്ന് പറഞ്ഞ് അവർ വേറിട്ട് പോയില്ലേ 71. ഇപ്പോൾ ബലൂജികൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ വേറെയാണ്, നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ പേരിൽ ഇതൊക്കെ കൂടി ഒന്നിച്ച് നിർത്താൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ദേശം ഉണ്ടാകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിക്കൂടാ. അതുകൊണ്ട് തെറ്റായ ജനിതക പ്രകാരം, ജാതകദോഷം എന്നല്ല അതിനെ പറയേണ്ടത്, ജന്മദോഷം എന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ സകല ദോഷങ്ങളുമാണ് അനുഭവിക്കുന്നത്. സിന്ധികൾ തീർച്ചയായിട്ടും, സിന്ധികൾക്ക് പക്ഷേ കാശ്മീരിൽ കയറി കളിച്ചപ്പോൾ ഇന്ത്യ കൊടുത്തത് സിന്ധികൾക്കാണ്. അതെന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുത്താലേ കൊള്ളൂ. അത് ഇന്ത്യ കൃത്യമായിട്ട് ഇപ്പോൾ പറയുന്നത്, സിന്ധു നദി അറബിക്കടലിലേക്ക് പതിക്കുന്ന ആ ഒരു ഭാഗം, ആ പ്രവിശ്യ ഉണ്ടല്ലോ, അതിൻ്റെ ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ വെള്ളത്തിലായി ആയിരിക്കും. കടൽ കയറിയിട്ടുണ്ടാവും. കടൽ കയറും. എന്താ കാര്യം എന്നറിയോ? ഈ നദികളുടെ ഒരു ബാലൻസ് ഉണ്ട്. ഇപ്പോൾ നദികൾ, കൊച്ചരുവികൾ ഇങ്ങനെ വലുതായി വലുതായി വന്ന് മഹാനദികളായി ചെന്നിട്ട് അതൊരു വലിയ ഒമ്പൻ ശക്തിയാണ്. കടലിനെ കരയിൽ നിന്ന് അകറ്റി നിർത്തുന്ന, കണ്ടിട്ടില്ലേ അഴിമുഖങ്ങളിലൊക്കെ? അഴിമുഖങ്ങളിൽ നിന്നൊരു മഹാപ്രവാഹം ചെന്നിട്ട് നദികൾ ചെന്ന് കടലിനെ, നമ്മുടെ കരയെ ആക്രമിക്കാൻ കെൽപ്പില്ലാത്ത വിധം എല്ലാ നദികളും മഹാസമുദ്രങ്ങളിലേക്ക് ചേരുന്നിടത്തൊക്കെ തന്നെ കടലിനെ അകറ്റി നിർത്തുകയാണ്. മര്യാദക്ക് നിന്നോളണം, എൻ്റെ നാടിനെ തൊട്ടുപോകരുത് എന്ന് വളരെ മനോഹരമായിട്ട് നദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് അഴിമുഖം എന്ന് പറയുക. അങ്ങനെ ഒഴുക്കില്ലാതാകുമ്പോൾ എന്താ? സിന്ധു നദിയിൽ ഒഴുകാൻ വെള്ളമില്ല, വെള്ളം നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? അഴിമുഖമില്ലാതാവും. ചെറുത്ത് നിൽക്കാൻ അപ്പുറത്തേക്കൊരു ഫോഴ്സ് ഒഴുകി വരുന്നില്ല. കടലകത്തേക്ക് കയറും. അറബിക്കടലിലൊരു മഹാസമുദ്രമല്ലേ, അകത്തേക്ക് കയറുമ്പോൾ സംഭവിക്കാവുന്ന എല്ലാ ദുരന്തങ്ങളും സംഭവിക്കും. അതാണത്. അതുകൊണ്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കൊച്ചു കെറിവ് കാണിച്ചാണ്. അല്ല, ഒരു വമ്പൻ ആയുധം പ്രയോഗിച്ചതാണ്. ഒരു മഹാബോംബായി അതിപ്പോൾ
പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അനുഭവിച്ചേ തീരൂ. അത് അവരുടെ തന്നെ ചെയ്തികളുടെ ഫലമാണ്, അവരുടെ തന്നെ കർമ്മഫലമാണ്. അവരനുഭവിച്ചേ അടങ്ങും.